എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. എല്ലാവർക്കും അറിയാം മുരിങ്ങയില വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണെന്ന്. അപ്പം നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി മുരിങ്ങയില തണ്ടിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ ഒരു പാത്രത്തിൽ വയ്ക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് 2 സ്പൂൺ ചേർക്കാം. സവാളയ്ക്ക് പകരം ഞാനിവിടെ ക്യാബേജാണ് ഉപയോഗിക്കുന്നത്. ആ ക്യാബേജ് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഒരു നുള്ള് കായപ്പൊടി ചേർക്കുക. കായപ്പൊടി ക്യാബേജിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കറക്റ്റ് സവാളയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ഇളക്കി നേരിയ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് നമുക്ക് തോരൻ തയ്യാറാക്കാം. ഞാനിവിടെ എടുക്കുന്നത് ചതച്ച മുളകാണ്. ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. ഉപ്പുപൊടി ഇപ്പം തന്നെ ചേർക്കുന്നതാണ് നല്ലത്. എന്നാലേ മുരിങ്ങയിലയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് ശരിയായി പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ പിടിക്കും. ഇനി ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില അധികം ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് വാടിയാൽ അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് 2 തവണയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ മുരിങ്ങയില ഇത്തിരി വാടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുളകും ഉപ്പുമൊക്കെ ഇലയിൽ നല്ലപോലെ പിടിക്കട്ടെ. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം പാത്രം തുറന്ന് നോക്കി കഴിഞ്ഞാൽ മുരിങ്ങയില വെന്തിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് ഒരുപാട് വേവില്ലാത്ത ഒരു ഇലയാണ്. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻ നഷ്ടപ്പെടുന്നതാണ് പറയുക. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇനി അതിലേക്ക് നാളികേരം ഒരു 1/2 ഗ്ലാസ് ചെരുകിയത് ചേർക്കുക. നാളികേരം ചെരുകിയത് ചേർത്തതിന് ശേഷം മുരിങ്ങയില നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നാളികേരം എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതിനാണ് നല്ലപോലെ ഇളക്കി ചേർക്കുന്നത്. ഈ നാളികേരം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു 1 മിനിറ്റ് നേരം പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് പാത്രം തുറന്ന് നോക്കിയാൽ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയില വെള്ളം നനഞ്ഞതുകൊണ്ട് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ കട്ടകൾ നമുക്ക് കുറേശ്ശെയായി ഇതുപോലെ തവി വെച്ചുകൊണ്ട് ചിക്കി കൊടുക്കാം. അതുപോലെ കട്ടകൾ കെട്ടുക എന്നുള്ളതാണ് വെള്ളം നനയുമ്പോഴുള്ള മുരിങ്ങയിലയുടെ ഒരു പ്രശ്നം. അത് തീർക്കുന്നതിനായി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ ചിക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള മുരിങ്ങയില തോരൻ നമുക്ക് തയ്യാറാക്കാം. തവി കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കട്ടകളൊക്കെ വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കട്ടകളൊക്കെ വേർപെടുത്തി എടുക്കാം. ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കെട്ടി കിടക്കുന്ന ഇലകളൊക്കെ വേർപെട്ട് പോരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.